ഞാൻ പാടിയ ലേബർ ഇവിടെ താങ്ക് യു. എനിക്ക് തോന്നുന്നു സേതാമേനോന് ശേഷം അമലയാണ് ഇങ്ങനെ ഭയങ്കര അഡ്വഞ്ചർ ആയിട്ട് എന്നാണ് സത്യം പറയാൻ ഇതിനൊരു ഇൻസ്പിറേഷൻ എന്താണ് ഇങ്ങനെ ഈ ഒരു പീരീഡിൽ പോലും ഇത്ര ആക്റ്റീവായി നിൽക്കാനുള്ള ഇൻസ്പിറേഷൻ എന്താണ്? ഐ ഫീൽ ആക്റ്റീവ്. അപ്പം വേറെ കുഴപ്പമൊന്നുമില്ല, ആക്റ്റീവ് ആയിട്ടിരിക്കുമ്പോ പിന്നെ ഞാനായിട്ട് വെറുതെ വീട്ടിലിരുന്ന് ഒരു പണിയില്ലാതെ ഇതിനെ കുറിച്ച് ചിന്തിച്ചു കൂട്ടുണ്ടല്ലോ. ആൻഡ് ഐ ഫീൽ ഇപ്പം പ്രഗ്നൻസി എന്ന് പറയുന്നത് അങ്ങനെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം അല്ലെങ്കിൽ എന്തോ വലിയൊരു ടാസ്ക് ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. എനിക്കിപ്പം ഉള്ള ഒരു ഫ്ലോ അതിൽ തന്നെ ഐ ഫീൽ ഇപ്പം കുറച്ചുകൂടെ ഐ ഫീൽ മോർ ലവ്ഡ്, മോർ പാമ്പേർഡ്. അപ്പൊ ഈ ഒരു എനർജി ഇങ്ങനെ റിസീവ് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യമല്ലേ. ആൻഡ് ഓൾസോ ഐ വോണ്ട് ഗിവ് ഔട്ട് എ പോസിറ്റീവ് പ്രഗ്നൻസി മെസ്സേജ് യുനോ. അപ്പം അതെല്ലാം അതും എല്ലാം അലൈൻഡ് ആയല്ലോ. എൻ്റെ ഇത്ര ഫിലിംസ് റിലീസ് ആവുന്നു, പ്രൊമോഷൻസ്, ഇവന്റ്സ്, അപ്പൊ അതെല്ലാം ഒരു ബ്ലെസ്സിംഗ് ആയിട്ടാണ് കാണുന്നത്. അപ്പൊ ഐ ജസ്റ്റ് എംബ്രേസിംഗ് ഇറ്റ് കംപ്ലീറ്റ്ലി ആൻഡ് ഐ എം എൻജോയിങ് ഇറ്റ്. ലാസ്റ്റ് പടം ആടുജീവിതം, അതൊരു മരുഭൂമി റിലേറ്റ് ചെയ്ത് സർവൈവിംഗ്, ഇതും മരുഭൂമി റിലേറ്റ് ചെയ്ത് ഒരു സർവൈവിംഗ് ത്രില്ലർ വരുന്ന ഒരു ചിത്രമാണ്. അതെ, എനിക്ക് ആ മരുഭൂമിയിലെ സീൻസിലൊന്നും ഞാൻ ഭാഗമായിരുന്നില്ലല്ലോ. അതിന്റെ എല്ലാ എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയത് ഇവിടെയാണ്. അപ്പൊ ഇവിടെ ഞങ്ങള് സഹാറ ഡെസേർട്ടിൽ നമ്മളിത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോ ഞാൻ ബ്ലസ്സേട്ടനൊക്കെ മെസ്സേജ് അയച്ചു, ഓഫ് നിങ്ങളെയൊക്കെ സമ്മതിക്കണം. അവരനുഭവിച്ചതിന്റെ വളരെ കുറച്ച് ഞങ്ങള് അനുഭവിച്ചുള്ളൂ എങ്കിലും ഷൂട്ട് ചെയ്തുള്ളൂ എങ്കിലും അതിന്റെ ഇന്റൻസിറ്റി നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാകാൻ സാധിച്ചായിരുന്നു. അപ്പൊ അതില് ഇറ്റ്സ് നോട്ട് എ സർവൈവൽ അല്ല, അർഫാസ് പറഞ്ഞ പോലെ, ബട്ട് മരുഭൂമിയിൽ തന്നെ നടക്കുന്ന ഒരു ഇന്റൻസ് ഡ്രാമയാണ് ഈ ഫിലിം, ത്രില്ലർ. എനിക്ക് തോന്നുന്നത് ലൈക്ക് സെഡ്, ഞാൻ എഴുതുമ്പോൾ തന്നെ അമലയായിരുന്നു മനസ്സിൽ, അമല തന്നെ കിട്ടി. അപ്പോൾ ദാറ്റ് വാസ് എ ബ്ലെസ്സിങ്. താങ്ക്സ് ടു ഹർ ഫോർ സേയിങ് യെസ് ടു ദിസ് ഫിലിം. ഈ ക്യാരക്ടർ ഐ ഫീൽ ഇതെന്റെ, ഞാൻ പറഞ്ഞ ആദ്യത്തെ പടമായതുകൊണ്ട് എക്സൈറ്റ്മെന്റിലാണെന്ന് അറിയില്ല, ബട്ട് ഐ ജെനുവിൻലി ഫീൽ ദാറ്റ് ദിസ് വിൽ ബി വൺ ഓഫ് ഹർ ബെസ്റ്റ് പെർഫോമൻസസ് ഓഫ് ഹർ കരിയർ. That is how well she has delivered the performances. Also അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള ഒരു ടെറൈനിലായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്തത്. നമുക്ക് വാനിറ്റി അല്ലെങ്കിൽ വാഷ്റൂം യൂസ് ചെയ്യാൻ പോലും അവിടെ ഒന്നും ഇല്ലായിരുന്നു. 360 ഡിഗ്രിയിൽ നമുക്കൊന്നും ഇടാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥലത്തായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്തത്. വാനിറ്റി സെൽഫ് ടെൻസ് ഒക്കെ അടിച്ചിട്ട് അത് ഒത്തിരി ദൂരെയായിരുന്നു. അങ്ങനത്തെ ഒരു സ്ഥലത്ത് സാൻഡ് സ്റ്റോമും സഹാറ ഡെസേർട്ടിൽ കുറെ വർഷങ്ങൾക്ക് ശേഷം മഴ പെയ്ത് നമ്മൾ അവിടെ പോയപ്പോഴാണ് സെറ്റൊക്കെ ചോർന്ന് അങ്ങനെ. അപ്പോ ഒത്തിരി ഡിഫിക്കൽട്ടീസ് ഹേർഡിൽസും ഉണ്ടായിരുന്നു. അങ്ങനെ ഉള്ള ഒരു സ്ഥലത്ത് നിന്നിട്ട് what she has done is for you guys to watch. Thank you. സമീപത്ത് ഇച്ചിരി പ്രയാസമാണെന്ന് അറിയാം, ശ്വാസത്തിന്റെ പ്രശ്നമൊക്കെ ഉണ്ട്. പക്ഷെ ഈ 9ാം മാസത്തിൽ പോയിട്ട് ഒരു മലയാളത്തിൽ ഒരു പാട്ട് പാടുക, എൻ്റെ പാട്ട് പാടുക, അതും ഒരു സോളോ സോങ് പാടുക എന്ന് പറയുന്നത് എനിക്കറിയാം ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്. പക്ഷെ ഈ പ്രഗ്നന്റ് ലേഡി പോയിട്ട് ഈ സ്റ്റുഡിയോയിൽ പാടുന്ന ഒരു അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് ആക്ച്വലി സംസാരിക്കാനാണ് ബുദ്ധിമുട്ട്. അഭിനയിക്കാൻ കുഴപ്പമില്ല, പാടാനും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അവിടെ ഐ വാസ് ഇൻ മൈ സ്പേസ്, ഇറ്റ്സ് എ ഡാർക്ക് റൂം. ആൻഡ് ഈ പാട്ട് ഫസ്റ്റ് എനിക്ക് ആക്ച്വലി 2 പാട്ടാണ് ഓപ്ഷൻസ് തന്നിരുന്നത്. ഒരെണ്ണം പയ്യെ പയ്യെ വിച്ച് വാസ് ഔട്ട് ഓൾറെഡി, പിന്നെ ഈ സോങ്. എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത്. വൈ ഐ പിക്ക് ദിസ് സോങ് ഇസ് ബിക്കോസ് ഇപ്പൊ ഇതിന്റെ വിനായക് ശശികുമാറാണ് ഇതിന്റെ ലിറിക് റൈറ്റർ. ഈസ് എ ബ്രില്യന്റ് ലിറിക് റൈറ്റർ എന്ന് പറയേണ്ട കാര്യമില്ല. പുള്ളി ഇതിൽ എഴുതിയിരിക്കുന്ന ഓരോ വരികളും എന്റെ ക്യാരക്ടറിനെ, അതിൽ ചെയ്തിരിക്കുന്ന ചൈതാലി എന്ന് പറയുന്ന ക്യാരക്ടറിന് ഭയങ്കരമായിട്ട് ആ ക്യാരക്ടറിന്റെ മെന്റൽ തോട്ട്സ് ആണ്. നമ്മൾ ഈ പാട്ട് ഇപ്പം കേൾക്കുമ്പോഴും ഫിലിം കണ്ടു കഴിഞ്ഞിട്ട് ഒന്നുകൂടെ കേൾക്കുമ്പോഴും നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡീപ്പായിട്ട് അതിന്റെ മീനിങ് മനസ്സിലാവും. അപ്പൊ ഈ പാട്ട് ഞാൻ ആദ്യം കേട്ടപ്പം ഇറ്റ് ടുക്ക് മീ ബാക്ക് ടു ട്യൂണീഷ്യ. ഞാൻ ഈ ക്യാരക്ടർ പെർഫോം ചെയ്തിരുന്ന സമയത്ത് ഞാൻ ഗോ ത്രൂ ചെയ്തൊരു മെന്റൽ ഇമോഷണൽ ജേർണി ഉണ്ട്. ആ ജേർണിയിലേക്ക് എന്നെ ഈ സോങ്ങിൽ തിരിച്ചു കൊണ്ടുപോകാൻ പറ്റി. അപ്പം എന്റെ ക്യാരക്ടറായിട്ടാണ് ഞാൻ പാടിയത്. അതുകൊണ്ട് എനിക്കത് ഭയങ്കര എൻജോയബിൾ ആയി. ഇപ്പൊ പയ്യെ പയ്യെ സോങ് പാടിയിരുന്നെങ്കിൽ ഐ ഡോണ്ട് നോ ഇഫ് ഐ വുഡ് ഹാവ് ബീൻ ഏബിൾ ടു സിംഗ് ദാറ്റ്, ടു ബി ഓണസ്റ്റ്. ബട്ട് ഇതെന്ന് പറയുന്നത് എനിക്ക് എന്റെ ക്യാരക്ടറായിട്ട് തന്നെ പാടാൻ പറ്റി. സോ
അവിടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്ന ഇമോഷൻസ് എല്ലാം ഇതിലേക്ക് വന്നു. അപ്പൊ അതുകൊണ്ട് എനിക്കത് കുറച്ചുകൂടെ എൻജോയബിൾ ആയ പ്രോസസ്. സോ ഇറ്റ്സ് മോർ ലൈക്ക് ഒരു ആക്ടിങ് പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്. ഇപ്പൊ ഞാൻ പാടിയ ലേബർ ഇവിടെ ചെന്ന് നടത്തുന്നു. ഇപ്പൊ വയ്യ, കുറച്ചുകൂടെ ബ്രെത്ത്ലെസ് ഒക്കെ ആയിട്ടിരിക്കുക. ഐ തിങ്ക് ദ റൈറ്റ് ഷുഡ് സേ ലിറിക്സ്